കണ്ണൂരിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് 2 സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകാൻ സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, എവിടേക്കൊക്കെയുള്ള സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടിട്ടുള്ളത്? അതോടൊപ്പം തന്നെ ഇന്നലെയും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. യാത്രക്കാരെന്താണ് പറയുന്നത്? അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ മാനേജ്മെന്റ് എന്തു പറയുന്നു? അഞ്ജന, കണ്ണൂരിൽ നിന്നും ഇന്ന് 2 സർവീസുകളാണ് റദ്ദാക്കിയത്. ഷാർജ അബുദാബി സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. അതുകൊണ്ട് വിമാനത്താവളത്തിലേക്ക് കൂടുതൽ യാത്രക്കാർ എത്തിച്ചേർന്നില്ല. അതേസമയം തന്നെ ഇവർക്ക് പകരം സംവിധാനം എന്തോ ആണ് ഒരുക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാൻ എയർ ഇന്ത്യ എക്സ്പ്രസിന് സാധിച്ചിട്ടില്ല. അതേസമയം തന്നെ കണ്ണൂരിലേക്ക് എത്തിച്ചേരേണ്ട 2 സർവീസുകൾ കൂടി റദ്ദാക്കിയിട്ടുണ്ട്. അബുദാബിയിൽ നിന്നും ഷാർജയിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടി കണ്ണൂരിലേക്ക് സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഇതുവരെ ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട 35ഓളം വിമാനങ്ങളാണ് കണ്ണൂരിൽ റദ്ദാക്കിയിട്ടുള്ളത്. കണ്ണൂരിൽ വലിയ യാത്രാ പ്രതിസന്ധി, യാത്രാ ക്ലേശം തന്നെ ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സമരം, ഈ ഒരു വിമാന പ്രതിസന്ധി കാരണം ഉണ്ടായി. സമരം അവസാനിച്ചെങ്കിലും ഒത്തുതീർപ്പിലെത്തിയെങ്കിലും അതിനുശേഷം ഇപ്പോൾ 4 ദിവസമായിട്ടും ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും മറ്റ് വിദേശ വിമാന കമ്പനികൾ സർവീസ് നടത്തുന്നില്ല. കേന്ദ്രം കണ്ണൂരിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കാത്തതുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ മാത്രമാണ് രാജ്യാന്തര സർവീസുകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലുള്ളവർ, കാസർഗോഡ് ജില്ലയിലുള്ളവർ, കണ്ണൂർ വിമാനത്താവളത്തെ ആശ്രയിക്കുന്ന ഈ മലബാർ മേഖലയിലുള്ളവർ വലിയ യാത്രാ ക്ലേശം തന്നെയാണ് ഇപ്പോൾ നേരിടുന്നത്. അഞ്ജന. ശരിയും സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും യാത്രാ ക്ലേശത്തിന് പരിഹാരമാകുന്നില്ല. ഇപ്പോഴും എയർ ഇന്ത്യ എക്സ്പ്രസ് വളരെ വലിയ തോതിൽ തന്നെ വിമാനങ്ങൾ റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം. കണ്ണൂരിൽ നിന്ന് 2 സർവീസുകളും നെടുമ്പാശ്ശേരിയിൽ നിന്ന് നിലവിൽ 1 സർവീസുമാണ് റദ്ദാക്കപ്പെട്ടിട്ടുള്ളത്. യാത്രക്കാരെ മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അപ്പോഴും കൃത്യമായ രീതിയിൽ യാത്രക്കാർക്ക് അവരുടെ വേണ്ട സ്ഥലങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് വലിയ ദുരിതം തന്നെയാണ് ഉണ്ടാക്കുന്നത്.